ഇവിടെ വന്നാ കണ്ണൂർക്ക് പോവുകയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ല നിങ്ങൾ അതൊക്കെ ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അതിനാ പറയും. അങ്ങനെ ഞാൻ പറഞ്ഞ പെരുന്നാൾ കഴിഞ്ഞു കേട്ടോ. പെരുന്നാൾ കഴിയണ ദിവസം ലാസ്റ്റ് ദിവസമാണ്. കുറേ ദിവസം വീട്ടിലെല്ലാവരും ഉണ്ടായിട്ട് ചിരിയും കളിയും വർത്താനും ഒക്കെ ആയിട്ട് നമ്മൾ പറയില്ലേ, യാത്ര ഒക്കെ പോയി കഴിഞ്ഞാൽ മനസ്സൊന്ന് റീഫ്രഷ് ആവും. നമ്മളെപ്പോഴും യാത്ര പോകണം എന്നൊക്കെ അന്ന പോലൊരു കാര്യമാണ് കേട്ടോ ഇത്. കാരണം എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമ്മളതേ ഒരു ടേസ്റ്റുള്ള ആൾക്കാരാകും കേട്ടോ. ഇക്കാൻ്റെ വീട്ടുകാരാണെങ്കിലും അങ്ങനെ തന്നെ, അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്, അങ്ങനെ തന്നെ കേട്ടോ. 2 കുടുംബക്കാർ ഇവിടെ വരാറ് കേട്ടോ. 2 കുടുംബക്കാർ വന്നാലും നല്ല രസമാണ്. ഉള്ളു തുറന്ന് സംസാരിച്ച് ചിരിച്ച് അങ്ങനെ 2 ഫാമിലിയും കൂടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു കല്യാണം പോലെയാവും കേട്ടോ. പെരുന്നാളിലൊന്നും നിൽക്കൂല. അങ്ങനത്തെ വിരുന്നും ഇവിടെ ഉണ്ടാവലുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും മനസ്സൊക്കെ റീഫ്രഷ് ആയി എന്ന് പറഞ്ഞാലും ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, പട്ടാമ്പി വീട്ടിൽ പോയി വന്നാലും അതേപോലെ ഇവിടുന്ന് എല്ലാവരും കൊണ്ട് പോയി കഴിഞ്ഞാലും മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങേറൊക്കെ ആയിട്ട് പിന്നെ ആകെ കൊണ്ട് ഓഫായി പോകും. ഇന്നിപ്പോൾ റെനനെ കൊണ്ടാക്കുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ് വന്ന്, വെള്ളിയും ശനിയും ഞായറും കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ചയാണ് റെനക്കറിയാം കേട്ടോ. ഞാൻ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മൂഡ് ഓഫ് ആണെന്നുള്ളതൊക്കെ അതൊക്കെ ഓൾക്കറിയാം. അപ്പോൾ ഇന്നക്ക് ഒട്ടും മൂടില്ല. പട്ടാമ്പി വീട്ടുകാർ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല. ആ ദിവസം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒന്നും ചെയ്യില്ല. ഇവിടെ ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടാവും, അതൊന്നും ചെയ്യൂല. ഒരേ ഒരു കടപ്പാക്കാരും ചിലപ്പോൾ ഇക്ക ഭക്ഷണം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കും, അങ്ങനെയൊക്കെ കാര്യം. പെണ്ണ് നീച്ച് കുളിച്ച് ഫ്രഷ് ആവണേലോട്ടോ. അപ്പത്തിന് ഞാനൊക്കെയും ചായയൊക്കെ കുടിച്ച് ദോശയും ചട്നിയൊക്കെ കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓളഞ്ഞ് കൊണ്ടയാക്കാൻ വേണ്ടി പോകണം. പെരുന്തമണ വരെ കൊണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് അറിയാം അവിടുന്ന് പിന്നെ പോകാനും ഒക്കെ. കോഴിക്കോടാണ് ഓൾ പഠിക്കുന്നത്. ഓളെ വീട് കണ്ണൂരാണല്ലോ. അപ്പോൾ ഓൾ അങ്ങനെ പോയിട്ട് ഓൾക്ക് അങ്ങനെ ശീലമുണ്ട്. ബസ് കയറിയിട്ട് ട്രെയിൻ കയറിയിട്ട് അങ്ങനെ പോയിട്ട് ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് വരെ പോകണില്ല. ഒഴിവുണ്ടായി ഇപ്പോൾ കോഴിക്കോട് വരെ പോകാനൊക്കെ രസമാണ് കേട്ടോ. പക്ഷേ അറിയാലോ, 2-3 ദിവസം നമ്മളെ വീട്ടിൽ വിരുന്നേരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിലാക്കാരും. അപ്പോൾ അതിനുള്ള ഒഴിവില്ല. ശാരീരികമായിട്ട് മാനസികമായിട്ടും വെയ്യേനും. രാവിലെ നെച്ചിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഇനി മുകളിൽ കുറേ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ തിരുമ്പാനും മടക്കി വെക്കാനും അതൊക്കെ ഉണ്ട്. അടിച്ചു വരലൊക്കെ നല്ല റെന രാത്രി ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ വേസ്റ്റും കച്ചറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഓൾ അടിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, ഓളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യണല്ലേ. ഞാൻ ആദ്യമേ ഓളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട കാര്യമല്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ നീക്കണ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും ഇന്നെ ബോധിപ്പിക്കാനായിട്ടൊന്നും ചെയ്യണ്ട. ഇവിടെ ആരും ബോധിപ്പിക്കാൻ ചെയ്യണ്ട. നമ്മളെ ലൈഫ് നന്നാവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം അത് നമ്മളങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. അവൾക്ക് പിന്നെ നല്ല അടുക്കും ചിട്ടിയും കാര്യങ്ങളൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അതുപോലെ ഒരു ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ കുറേ മുമ്പത്തെ ഡ്രസ്സാണ് പറഞ്ഞാലും ആ ഡ്രസ്സൊക്കെ പുതിയതുപോലെയൊക്കെ ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു അടുക്കും ചിട്ടിയും വൃത്തിയും അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്ക്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരങ്ങളിലല്ലോ ഓരോരുത്തരുടെ ലൈഫ് ഉണ്ടാവുക. അത് വിചാരിച്ചാൽ അത് തിരുത്താനും ഇതാക്കാനും നമ്മൾ നല്ലപോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ മക്കളുമായി വരും, അത്ര തന്നെ. ഇനി വേഗം പോയിട്ട് യാമിക്കുട്ടിനൊക്കെ റെഡിയാക്കട്ടെ, ബാക്കി കാര്യങ്ങളും ഒക്കെ ശരിയാക്കട്ടെ. ഈ വെച്ചാൽ പിന്നെ അതിൽ മുഴുകിയിട്ടേ കാര്യമില്ല. ഞാൻ ദോശ എടുക്കട്ടെ കേട്ടോ. ഞങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ കഴിച്ചു. ബാബിൻ്റെ കൂടെ ചായ കുടിക്കാം യാമി. ഈ ചായ കുടിച്ചു ശരിക്കും പോലെ കുടിച്ചോ. ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇനി കുടിക്കൽ ഇതാക്കണ്ട. അങ്ങനെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിതാ റെന പോവാനായി. ഇപ്പം നിന്നെ കൊണ്ടാക്കാൻ നിൽക്കണല്ലേ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കഴിച്ചു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ കഴിക്കണേ. അപ്പോൾ ഒറ്റക്ക ബാബി പോവാണ് ഇട്ടെന്ന്. കണ്ണൂരൊക്കെ പഴം വാട്ടിയത് എപ്പോഴും ഉണ്ടാവുമല്ലോ അല്ലേ. പഴം വാട്ടിയതിൻ്റെ ഒരു ഇതാണല്ലോ. പുതിയ പിള്ളേർക്കൊക്കെ പഴം വാട്ടിയത് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണാം. തിന്നുന്നുണ്ട് എന്നൊക്കെ അല്ലേ. അതിനനുസരിച്ചിട്ട് എത്ര എണ്ണം വേണേലും കഴിച്ചോ. ഞാൻ ക്യാമറയും വെച്ചിക്കണ്, നിങ്ങൾ എണ്ണ എടുക്കാനും ഇരുന്നിക്കണേ. അപ്പോൾക്ക് തിന്നാ പോവില്ല. ഇപ്പൊ ഈ ഹോസ്റ്റലിലേക്ക് ഉച്ചക്ക് ചോറിന്റെ സമയത്തേക്ക് എത്തുവോ? അതെ ഒരു കഷ്ണം കൂടി കഴിച്ചിട്ടില്ല. ദോശ കഴിച്ചോണ്ടാക്കാര് വീഡിയോ കണ്ടപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണല്ലേ. എന്നിട്ട് ഇവിടെ വന്നിട്ടിപ്പോ എന്താണ് കണ്ണൂര് നിക്കണം എന്നാണോ ഇവിടെ നിക്കണം എന്നാണോ തോന്നുന്നു പറഞ്ഞിട്ട് അതിനാ പറയും. ഇഷ്ടപ്പെട്ടില്ലേ അതാക്കും. എന്താ ഒലിക്കാടെ കണ്ണൂര് നിൽക്കുന്ന സിസ്റ്റമാണല്ലോ. പക്ഷെ നമ്മള് ഇങ്ങോട്ട് വരുന്ന സിസ്റ്റത്തിലാണ് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ഏത് സിസ്റ്റാ വേണ്ടത് നമ്മളോട് ചോദിക്കും ഇവിടെ വന്ന് നിന്നിട്ട്. ഏത് സിസ്റ്റാ വേണ്ടത്? എല്ലാം നല്ലത് തന്നെ. എല്ലാം നല്ല വലിയ ഉഷാറില്ല തോന്നുന്നുണ്ട് കേട്ടോ.
അല്ല അങ്ങനെ തന്നെയല്ലേ നിന്ന് ശീലമല്ല അവലേന്ന് ഇപ്പോഴിപ്പോ വീട്ടിൽ തന്നെ കഴിയില്ല. പിന്നെ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്നോണ്ട് എവിടെയായാലും കുഴപ്പമില്ല അല്ലേ? ഹോസ്റ്റലിൽ നിന്ന് ശീലമായത് എപ്പോഴും വീട് വിട്ട് നിന്നിട്ടുണ്ടല്ലോ അല്ലേ? പ്രശ്നം തോന്നിയിട്ടില്ല. അവർക്ക് സംസാരിക്കാനൊരു അധികം ഇങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ടില്ല. അത് കാരണം ഉള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഒരു ജാടയിൽ നിന്ന് നിൽക്കുന്നത്. പോവായാമിക്കുട്ടിയെ അബി പോവാണ് ഇട്ടയാമി. ഇന്നലെ എന്തായിരുന്നു ബഹളം, ആളും ബഹളവും എല്ലാരും പോവാണ്. റെനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നില്ല എത്ര? കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നില്ല എത്ര? പറ്റില്ല. ഇല്ല, ഓള് കണ്ണൂരാണ് എത്ര. അതെ അതെ, നോക്കട്ടെ മുഖം. ഇവിടെ നിൽക്കാം. മുഖം കണ്ടാ മനസ്സിലാവുന്നു. ഇവിടെ വന്നാ കണ്ണൂർക്ക് പോവുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നടക്ക് ദീദിനെ യാത്ര അയക്കാന്. ദീദി എന്നും പറയും ബാബി എന്നും പറയാ. ഓളാകെ കൺഫ്യൂഷൻ ആയിരിക്കും. ഇടക്കിടക്ക് ബീബി എന്നൊക്കെ വിളിക്കണ്. വലിയ ബാണ്ടക്കെട്ടൊക്കെ നിട്ടോ. അതില് ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് അറിയാം തിരുമ്പാനുള്ള തുണികളും ഉണ്ടായിരുന്നേ. കല്യാണം കഴിഞ്ഞാലേ ഷെഫ് മോനും റെനി മുന്നിലും പിന്നെ നമ്മള് രണ്ടാളും ബാക്കിൽ. അതെങ്ങനെ ഞാന് സ്വപ്നേക്കാരം മുമ്പില്. ഷെഫ് മോനുക്ക് ഇപ്പൊ നിങ്ങളെ കൂടെ അല്ല ഇരിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഓൾക്ക് എന്റെ കൂടെ ഇരിക്കാനാവൂല കൂടുതൽ ഇഷ്ടം. ഷെഫ് മോന്റെ കൂടെ ഇരിക്കാനൊക്കെ എനിക്ക് നിങ്ങളെ കൂടെ ഇരിക്കാനൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ സെറ്റപ്പിച്ചിട്ട്. പക്ഷെ അങ്ങനെ സെറ്റപ്പിക്കാൻ പാടില്ലല്ലോ. പാടില്ലേ? പണ്ടൊക്കെ പണ്ടേ അങ്ങനെ ഇരിക്കാൻ പറ്റൂല. പണ്ടൊക്കെ പുതിയാപ്പളയും പുതിയണ്ണൊക്കെ പോകാനുള്ള പുതിയാപ്പള മുമ്പിലും ഒരു 200-300 മീറ്റർ ബാക്കിലാണ് പുതിയണ്ണ ഇങ്ങനെ പോവുക. പണ്ടല്ലേ നമ്മളെ പിന്നിലേക്ക് ഇരിക്കാൻ മതിയായിരുന്നു. അല്ല വേണ്ട. ഏകദേശം പെരിന്തൽമണ്ണാങ്ങാടിയൊക്കെ എത്തിക്കൊണ്ടോ. റെനക്ക് ഇറങ്ങാനുള്ള സമയം അങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ റെന പറയണ ഓളെ നെഞ്ഞു ചാടുകയാണ്. ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോണീന്റെ അതിന്റെ സങ്കടാതര നെഞ്ഞു ചാടുകത്ര. അത് വീട്ടിലല്ലേ എല്ലാരോടും അന്വേഷണം പറയും. അല്ല എന്നാലും അവിടുന്ന് വിളിക്കുമ്പോ ആണ് പറയുന്നേ. നീ കോഴിക്കോടേക്ക് അങ്ങനെ പോണല്ലേ? 2.5 മണിക്കൂർ ബസ്സിൽ കിടന്ന് ഉറങ്ങുമോ? അതെ, അങ്ങനെ കടന്ന ഉറക്കം വരുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ്. വണ്ടിയിലാണ് കടന്നു അവിടെ ഉറങ്ങിയാൽ മതി. അതെ അല്ലേ? അപ്പൊ പിന്നീട് ഉറങ്ങും വെക്കാറില്ലേ? കാറിന്റെ മുമ്പിലാണ് വണ്ടിന്ന് ഇറങ്ങേണ്ടി ബേഗോ വലിയ ബാഗ് തൊള്ളിട്ടോ. ഓക്കെ, അവിടെ ബാഗ്. ഓക്കെ. അപ്പൊ ബാബിനെ കൊണ്ടേക്കാൻ പോയിക്കാണ് കേട്ടാ. പോയോ ബാബി? പോയോ ആമിക്കുട്ടിന്റെ? കേറി നിക്കാണ്. അപ്പൊ നിങ്ങള് ഓടി വന്നപ്പോ വേഗം അതിന് പോന്നു. അങ്ങനെ മരുമോളെ കൊണ്ടാക്കി ഞങ്ങൾ പോവാനുള്ള പരിപാടിയാണ്. ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഒന്ന് കാണൂലേ അവളെ? ഇല്ല, അതിന്റെ ഉള്ളില് പോയി ഇരുന്നു, കസാലിരുന്നുണ്ടോ. നിക്കാൻ പറ്റൂല, കൊറേ നേരം നിക്കാൻ പറ്റൂല, പോലീസ് പിടിക്കും. ഞങ്ങക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഇപ്പൊ അതൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പൊ എന്തായാലും വീട്ടിലേക്ക് എത്തട്ടെ. ഞങ്ങൾ അന്ന്
റെനനെ കൊണ്ടുപോയാക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അന്ന്. അത് ഫുള്ളൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ ചെയ്ത് ഞാൻ അതിന്റെ ബാക്കി കുറച്ചും കൂടെ കൂടിയിട്ട് ഞങ്ങൾ ഇന്നും പുറത്തു പോകാൻ. ഇത് യാമക്കുട്ടിക്ക് അവിടുന്ന് കുടിക്കാനാണ്. അന്ന് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് ഏതായാലും ഒരുങ്ങി പുറത്തോട്ട് പോവല്ലോ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. മാമന്റെ മോതിരം ഇഷ്ടപ്പെട്ടു മാമിക്കുട്ടിക്ക്? നല്ല രസമുണ്ടോ? ആൺകുട്ടി ഒന്നും കേടത്തില്ലേ ആൺകുട്ടിയെ? പോകുമ്പോ സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് ഒന്നും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഗിഫ്റ്റ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പോലെ ഒന്നല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊക്കെ ഞാൻ വാങ്ങിക്കലുണ്ട്, കൊടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പക്ഷെ വന്നിട്ട് അങ്ങനെ കൊടുക്കാനും ഒന്നും പറ്റിയില്ല. എന്റെ കയ്യിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ അവൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ട് അപ്പൊ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ കണക്ക് പ്രകാരം അപ്പൊ മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇനി എന്തായാലും മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഓല എന്താ വിചാരിക്കുക അങ്ങനെ വിചാരിക്കും വെച്ചിട്ടൊന്നും മേടിച്ചു കൊടുക്കലൊന്നുമില്ല. നിങ്ങൾ അതൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ വേഗം പോകട്ടെ. ഞങ്ങൾ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണില്ല. കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ശരി, അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. പോവാനൊരു ധൃതിയായിട്ട് അമ്മിക്കുട്ടിക്ക്